ഹലോ! ഇത് ഞാൻ കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആയിരുന്നേ. അപ്പോൾ ഇതൊരു വെളുപ്പിന് ഒരു 2:30 ആ ഒരു ടൈമാട്ടോ. ഞങ്ങളിതേ നാലമ്പലത്തിൽ പോകുവാണ്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ബസ് വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അപ്പുറത്തുനിന്നും താഴെ വീട്ടിൽ നിന്നൊക്കെ ആളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ വെളുപ്പിന് റെഡിയായി ഞാനും അമ്മയും കൂടെ ആട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ദാണ്ടെ നടന്ന് പോവാട്ടോ. താഴെ റോഡിൽ ചെന്ന് നിൽക്കണം. അപ്പോൾ അവിടോട്ട് നമുക്കുള്ള ബസ് വരുമെന്ന് പറഞ്ഞായിരുന്നു. ഈ നാലമ്പലം എന്ന് പറയുന്നത് കേരളത്തിലെ മഹാവിഷ്ണുവിൻ്റെ 4 പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശിക്കുന്ന ഒരു തീർത്ഥയാത്രയാണ് കേട്ടോ. ഇത് സാധാരണയായി ആളുകൾ പോകുന്നത് കർക്കിടക മാസമാണ്. ജൂലൈ, ആഗസ്റ്റ് ആ മാസങ്ങളിലാട്ടോ ആളുകൾ പോയി ദർശിക്കുന്നത്. അതുപോലെ ഈ 4 ക്ഷേത്രത്തിൽ നമ്മൾ ഒരേ ദിവസം ദർശിച്ചാലാണ് നമുക്ക് വീട്ടിൽ സമാധാനവും ഐശ്വര്യവും ഒക്കെ ലഭിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ കർക്കിടക വാവിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് ആളുകൾ ഈ 4 അമ്പലത്തിൽ പോയി ദർശിക്കാറ്. നമ്മളത് ആദ്യത്തെ അമ്പലത്തിൽ വന്നു കേട്ടോ. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ ക്യൂ ആയിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂ ആയിരുന്നു. ഞങ്ങൾ ആദ്യത്തെ അമ്പലത്തിൽ വന്നു. രാമപുരം അമ്പലത്തിലായിരുന്നു കേട്ടോ ആദ്യം വന്നത്. അപ്പോൾ അവിടെ കയറി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അങ്ങേ സൈഡ് ക്യൂവാണ്. അകത്തോട്ട് കയറാമെന്നുള്ള ക്യൂ ആണ്. തിരിച്ചു പോകുന്നവരുടെ കേട്ടോ ഞങ്ങൾ വരുന്ന വഴിയിൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത്തെ അമ്പലത്തിൽ പോകാൻ തുടങ്ങും കേട്ടോ. ശ്രീലക്ഷ്മണ ദേവി ക്ഷേത്രം. അപ്പോൾ ഈ രാമപുരം അമ്പലത്തിൽ പോകുന്നതിൻ്റെ ക്യൂ നിങ്ങളെ ഇടയ്ക്ക് വെച്ച് കാണിക്കാം കേട്ടോ. അതാ നോക്കിക്കേ, എന്തോ വലിയ ക്യൂ ആണ്. ഞങ്ങൾ ആ അമ്പലത്തിൽ ഒരു 6:30 ആയപ്പോൾ ചെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ക്യൂ നിൽക്കേണ്ടി നമുക്ക് വന്നില്ലായിരുന്നു. നമ്മൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം ഉണ്ടല്ലോ, അവിടെ നിന്നാട്ടോ ഞങ്ങൾ ക്യൂ കയറിയത്. നോക്കിക്കേ, എന്തോ വലിയ ക്യൂ ആണ്. ഞങ്ങൾ തന്നെ അങ്ങ് അതിശയിച്ച് പോയി, ഇതെന്തോ വലിയ ക്യൂ ആണെന്ന് കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിന്ന് അങ്ങ് ഭയങ്കരമായിട്ട് ക്ഷീണമാവും കേട്ടോ. ഞാനപ്പോൾ ഇതുവരെ ഈ അമ്പലത്തിൽ പോയിട്ടില്ല. ഇതിപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലുണ്ട്, തൃശ്ശൂരുണ്ട്, അങ്ങനെ 3-4 ജില്ലകളിൽ ഈ ഒരു അമ്പലമുണ്ട്. അപ്പോൾ നമ്മളിത് കോട്ടയത്താണ് പോയത്. ഇപ്പോൾ രണ്ടാമത്തെ അമ്പലം വന്നു. ഇതാണ്ട് ശ്രീലക്ഷ്മണ സ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെയും ക്യൂ നിന്ന് ആണ് നമ്മൾ പോയത്. പിന്നെ കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആ ഫസ്റ്റ് കയറിയ അമ്പലത്തിൽ കഞ്ഞി കുടിച്ചായിരുന്നു. പിന്നെ 4 അമ്പലത്തിലൂടെ ഞങ്ങൾ കുടിച്ചില്ല. ഞങ്ങൾ രണ്ടാമത്തെ അമ്പലത്തിൽ കുടിച്ചില്ലായിരുന്നു. പിന്നെ ഇതാ 3-ാമത്തെ അമ്പലത്തിലോട്ട് പോവാം കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിയിൽ വണ്ടി ഒന്ന് നിർത്തിയിട്ടതാണ്. നോക്കിക്കേ, കൃഷിയുടെ ഇടയ്ക്ക് കുറേ ചെടികളൊക്കെ വെച്ചേക്കും കേട്ടോ. അതുകൊണ്ട് ആ റെഡ് കളറിൽ കാണുന്നത് ഇലച്ചെടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ എടുത്തുവെന്നേ ഉള്ളേ. ഞങ്ങളുടെ ഫേസ് കണ്ടാൽ നിങ്ങൾക്കറിയാം. കാരണം അതുപോലെ ക്ഷീണിച്ച് തളർന്നെന്ന് വേണേൽ പറയാം. എൻ്റെ ഫേസൊക്കെ നല്ല വേർത്ത് കുളിച്ചിരിക്കണം. ഇതാ നമ്മൾ 3-ാമത്തെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ക്യൂ നിന്ന് വരുന്ന വഴി ഇതാ കണ്ടത് ആ ഭാഗം കേട്ടോ. അതെന്ത് രസമാണ് നോക്കിയൊക്കെ കാണാൻ, നല്ല ഭംഗിയല്ലേ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യൂ നിന്ന് വരുമ്പോഴേ, ഞങ്ങൾ ആദ്യത്തെ അമ്പലത്തിൽ കയറിയപ്പോൾ ക്യൂ നിന്നാണല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ വഴിയായിട്ട് ഭക്തജനങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമായിരുന്നു. കാരണം വെളുപ്പിന് ഇറങ്ങുന്ന ജനങ്ങളാണ്. അവർക്ക് ചിലപ്പം വയ്യായ്ക വരും. പക്ഷെ അവർക്ക് അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് ഇച്ചിരി ഒന്ന് ചിലപ്പം ഗുളികയൊക്കെ കഴിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കാരണം കൂടെ വന്നവർക്ക് വല്ല വയ്യായ്ക വരും. കാരണം കഴിക്കാതെ വെള്ളം പോലും കുടിക്കാണ്ട് വന്ന് നിൽക്കുന്നവരാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ലാസ്റ്റ് അമ്പലത്തിലാണ് വന്നത്. എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം അത്രയ്ക്കും തളർന്നു പോയി കേട്ടോ. പിന്നെ തിരിച്ച് പോകുമ്പോൾ ഞാൻ എടുത്ത ഭാഗം കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ ക്യൂ ഇല്ലായിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാട്ടോ. ആ സമയം ഒരു 6:30 ആയി കാണും കേട്ടോ. ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിരുന്നേ.
വണ്ടി നിങ്ങൾ കണ്ടല്ലോ, ഭയങ്കര ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് കൂട്ടാക്കണം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.